ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു സാറ്റിൻ ഗൗണാണ്. ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഔട്ട്ഫിറ്റാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ്. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ബേബീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും സെയിം പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് 3 പേർക്ക് സെയിം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 3 പേർക്ക് വേറൊരു പാറ്റേണാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഒരു 8 ഇയറിൽ വരുന്ന മെഷർമെൻ്റാണ്. അപ്പോൾ നമ്മൾ ലെങ്ത്തായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 45 ഇഞ്ചാണ് അവരുടെ ഫുൾ ലെങ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫുൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നമുക്ക് ഞാൻ പാറ്റേൺ പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് വരയ്ക്കുകയാണ് ചെയ്തത്. ഞാൻ ആ പേപ്പറിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നിങ്ങളുടെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അത് നമ്മൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് നമ്മളൊരു എയർലൈൻ ടോപ്പ് കുർത്തിയൊക്കെ ചെയ്യുന്നത് അങ്ങനെ അതുപോലെയാണ് നോർമലായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കട്ടിങ് ആണെന്ന് പറയാം. ആദ്യം നമ്മൾ അവരുടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ നമ്മൾ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആം ഹോള് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് റൗണ്ട് ആയിട്ട് 6.5 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട്. അതിലൂടെ നമ്മളൊരു 1.5 ഇഞ്ച് കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബെസ്റ്റ് പോയിന്റ് ഒന്ന് നോക്കാം. 21 ഇഞ്ചാണ് വരുന്നത്. അതിന് നമ്മൾ ഹാഫായിട്ട് കണ്ടിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ വേസ്റ്റ് റൗണ്ട് 14 ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന വേസ്റ്റ് റൗണ്ട് നോക്കുക. അത് നമുക്ക് 6 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഹിപ്പ് റൗണ്ട് നോക്കുക. ഹിപ്പ് റൗണ്ട് ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചാണ്. അതിൽ നമുക്ക് 25 ഇഞ്ചാണ് ഫുൾ ഹിപ്പ് റൗണ്ട് വരുന്നത്. അതിന് നമ്മൾ ഒരു 4 ഫോൾഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7.5 ഇഞ്ചാണ് വൺ സൈഡ് വരിക. അപ്പോൾ നമ്മൾ അതും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴോട്ട് അതായത് നീ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ ടു നമ്മുടെ മുട്ടിൻ്റെ അവിടെ വരെയുള്ള ലെങ്ത് വരുന്നത് 28 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ പാറ്റേൺ പേപ്പർ ഒന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഒരു അളവൊന്ന് മാർക്ക്. ഇതൊരു ബോഡിക്കോൺ ടൈപ്പ് ഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് അളവ് നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം ഒരു 1.5 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ ഈ പാറ്റേൺ പേപ്പറിൽ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതും കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ട്രേസ് ചെയ്ത് വരയ്ക്കുകയാണ് മെയിൻ ഫാബ്രിക്കിലേക്കായിട്ട്. അപ്പോൾ നമ്മൾ ലെങ്ത് വരുന്നത് 28 ഇഞ്ചാണ്. അപ്പോൾ ആ 28 ഇഞ്ചിൽ നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ പാറ്റേൺ പേപ്പർ വെച്ചിട്ട് നമ്മൾ താഴോട്ട് ഫ്ലയർ എത്ര ഫ്ലയർ കിട്ടുന്നുണ്ടോ അത്രയും ഫ്ലയർ എടുത്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പേപ്പറിൻ്റെ കറക്റ്റ് ഒരു മെഷർമെൻറ്റ് താഴ്ഭാഗത്തേക്ക് കുറച്ചുകൂടി ഫ്ലയർ കൊടുത്തിട്ട് താഴോട്ട് പോകുന്തോറും കുറച്ച് ഫ്ലയർ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടും ഒന്ന് കറക്റ്റായിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് അവിടെ ഒരു കേവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഞാൻ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ലെങ്ത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്ത അതിൻ്റെ സെൻറ്റർ കാണാം. 14 ഇഞ്ചാണ് അവിടെ വരുന്ന ഒരു വിഡ്ത്ത് വരുന്നത്. നമ്മുടെ നീൻ്റെ അവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. അവിടുത്തെ സെൻറ്റർ കണ്ട് നമ്മൾ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴോട്ട് 7 ഇഞ്ചിന് താഴോട്ട് ഈ ഒരു ഗൗണിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ കറക്റ്റ് ആ ഒരു 7 ഇഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നേരെ തന്നെ ടു താഴെ വരെ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ വരച്ചെടുത്തിട്ടുള്ള എല്ലാ പോയിന്റ്സുകളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ആ വരച്ച് വെച്ചിട്ടുള്ള ആ ലൈനും കൂടി ഒന്ന് കട്ട് ചെയ്യാണ്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ആ കട്ടിങ് വേണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫ്ലെയർ വരുത്താനായിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ആ ലൈനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ആ കട്ട് ചെയ്തതിൻ്റെ ആ നീറ്റും അതിൻ്റെ എൻഡ് വരെയുള്ള ആ ഒരു ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ ആ 17 ഇഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാൻ ഫ്ലയർ പോലെ വെച്ച് കൊടുക്കണം. ഈ ഒരു ഷേപ്പ് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കേണ്ട ക്ലോത്തിനും വേണ്ടത്. നമുക്ക് എത്ര ക്ലോത്ത് വേണമെങ്കിലും അതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇപ്പം ഞാനൊരു ചെറിയൊരു ഫ്ലയറാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കൂടി ചെയ്തു വന്നപ്പോൾ അത്യാവശ്യം ഒരു മെറ്റീരിയൽ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഫ്ലയർ എടുക്കാണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനി അതൊന്ന് കട്ട് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മളൊരു സ്ക്വയർ പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അംബ്രല ഒക്കെ ഫോൾഡ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ക്രോസ് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത്, അത് നമുക്ക് 17 ഇഞ്ചാണ് നമുക്ക് വേണ്ട ലെങ്ത്. അപ്പോൾ അതിൽ നിന്നൊരു ഇത്തിരി കൂടുതൽ എടുത്തിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 18 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ 4 പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇത് 2 പീസായിട്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ഫ്ലയർ ഉണ്ടാവും. എനിക്കിപ്പോൾ മെറ്റീരിയൽ കുറവായതുകൊണ്ട് ഞാനിതിനെ 4 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല, പകരം നമ്മളിത് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് 4 പീസാക്കി മാറ്റുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ 2 ഫോൾഡ് ആണെങ്കിൽ 2ആയിട്ടാണെങ്കിൽ പിന്നെ ഇത് 2 പീസാക്കിയിട്ട് നേരെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 4 പീസാക്കുന്നതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പീസ് മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. സാറ്റിൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുമിച്ച് കട്ട് ചെയ്താൽ ചിലപ്പോൾ കയറ്റിറക്കും അങ്ങനെയൊക്കെ വരേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം 4 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഗൗണിൻ്റെ നമ്മൾ knee to എൻഡ് വരെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പീസസ് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. മൊത്തമായിട്ട് നമുക്ക് 4 സ്ഥലത്താണ് നമുക്കത് ജോയിൻ ചെയ്യാനുള്ളത്. പിന്നെ 2 സൈഡ് നമ്മൾ നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഫ്രണ്ട് പോർഷനിൽ 2 എണ്ണം, അതുപോലെ തന്നെ ബാക്ക് പോർഷനിൽ സെയിം ആയിട്ട് 2 പീസ് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നെക്കും സ്ലീവും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡ് നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ ജോയിൻ ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് ഈ പീസുകൾ നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ കോൺ വരുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഗൗണാണ്. നമുക്ക് ഈ സാറ്റിൻ ആയതുകൊണ്ട് തന്നെ അത്ര റേറ്റും വരുന്നില്ല. അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഗൗണാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. നെക്ക് നമ്മൾ ക്യാൻവാസിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് ഈ സ്കേർട്ടിൻ്റെ പൊസിഷനിലുള്ള ആ പീസൊന്ന് അതിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ കോൺ വരുന്ന ഭാഗം മാത്രമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുക. ഇതിലെന്തെങ്കിലും കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗം നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് കളയും. ഇതുപോലെ നമ്മൾ 4 പീസും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നെക്ക് ഫിനിഷ് ചെയ്യുക, സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അടിഭാഗത്ത് എക്സസൈസ് ഇട്ടുള്ള പീസ് നമുക്ക് ആ റൗണ്ട് നോക്കിയിട്ടൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അംബ്രല പോലെയാണ് അപ്പോൾ അടിഭാഗം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പിന്നെ
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. പിന്നെ ഇതുപോലുള്ള കസ്റ്റമൈസേഷനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.